പന്താട്ടം ടാസ്കിൽ ആരാണ് ജയിച്ചത്? നാളെ ആരായിരിക്കും ലീഡ് ചെയ്ത് നിൽക്കുന്നത്? കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സത്യാണെന്നൊന്നും അറിഞ്ഞൂടാ. അതായത് അഭിഷേക് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്, അതും ഒരുപാട് പോയിന്റ് മാർജിനിലൂടെ. അതെ, അഭിഷേക് ഒരുപാട് മുന്നേറി കഴിഞ്ഞു. അഭിഷേക് തന്നെ കൊണ്ടുപോകും തോന്നുന്നു ടിക്കറ്റ് ഫിനാലെ. കാര്യം അത്രമാത്രം ലീഡിലാണ് നിൽക്കുന്നത്. നാളത്തെ ടാസ്കും കൂടി കഴിയുമ്പോൾ എന്നാണ് അറിയാൻ സാധിച്ചത്. സായി പിറകിലാണ്, തൊട്ട് പിറകിലൊന്നുമല്ല, വളരെ പിറകിലാണ്. അതേപോലെ ബാക്കിയുള്ളവരൊക്കെ താഴെ എണീറ്റ് വരുന്നതേ ഉള്ളൂ. മിക്കവാറും ഇത് അഭിഷേക് തന്നെ കൊണ്ടുപോകും. നാളത്തെ റിപ്പോർട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, നാളത്തെ ടാസ്കുകളുടെ എല്ലാം പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സത്യമായിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ടിക്കറ്റ് ഫിനാലെ ടാസ്കുകൾ ഇത് കൂടുതലും എല്ലാവരും പറഞ്ഞിട്ട് ചേച്ചി തമിഴ് ബിഗ് ബോസിലെ ഇപ്പം കഴിഞ്ഞ സീസൺ 7 ടാസ്ക് തന്നെയാണ് കുറേയൊക്കെ റിപ്പീറ്റ് അടിച്ച് വന്നേക്കണേ. ഔട്ടായ കുറച്ച് പേരുണ്ടല്ലോ നമ്മുടെ ഈ സീസണിൽ ഔട്ടായ കുറച്ച് 10 പേരും, ആ 10 പേരിനകത്തുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഈ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഒക്കെ വേറെ ലെവലായിട്ട് മാറിയനെ. കളിച്ചല്ല, സംഭവ വികാസങ്ങൾ കാരണം. നമുക്കതാണല്ലോ കാണേണ്ടത്. ടാസ്ക് ബോള് കളി, ബോള് പിടിക്കല്, ബോള് ബാലൻസ് ചെയ്യൽ, ഇതൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെ. ഇതിപ്പോൾ ടാസ്ക് കണ്ട് 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 മടുപ്പായി. കാര്യം കളിയുണ്ട്, പക്ഷെ അതൊക്കെ വെറും കുറച്ച് കളികൾ, മൈൻഡ് ഗെയിംസ്, ഒരു എക്സ്പോസ് ചെയ്യൽ, അതൊക്കെ ഒന്നുമില്ല. മറ്റത് അങ്ങനെയല്ല, വേറൊരു രസമായിരിക്കുമായിരുന്നു. എല്ലാവരും പോയല്ലോ എന്നാണ് എൻ്റെ വിഷമം. എല്ലാവരും പറയുന്നുണ്ട് ടോപ്പ് 10 എന്ന് പറയുന്നത് ഇതാണ് ആ ടോപ്പ് 10 എന്ന്. ഇങ്ങനെയൊരു ടോപ്പ് 10 ഒന്ന് ഏറ്റവും മോശം ടോപ്പ് 10 എന്നാണ് എല്ലാവരും പറയുന്നത്. എന്ത് പറയാനാണ്? എല്ലാവരും ഔട്ടായി പോയില്ലേ. കുറച്ച് പേര് വയ്യാതെ പോയി, കുറച്ച് പേര് അടിച്ചിട്ട് പോയി. എന്ത് പറയാനാ? കുറച്ച് പേരെ കൊണ്ടുവന്നിട്ട് വെറുതെ കളഞ്ഞ് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇതൊക്കെ. അപ്പം എന്തായിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ, ഉള്ളത് വെച്ച് പോവാം. ആൾക്കാരൊക്കെ ഇതിനെക്കാട്ടിയും വെയിറ്റ് ചെയ്തിരിക്കുന്നത് മണി ബാഗ് ടാസ്കിലാണ്. കാര്യം ഇതിനകത്തൊക്കെ അഭിഷേക് ലീഡ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ടാസ്കിൽ ജയിച്ചത് ഞാൻ ആദ്യം തന്നെ പറയാം, സായിയാണ് ജയിച്ചത് ഇന്നത്തെ ടാസ്കിൽ. അപ്പോൾ ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. 3 ടാസ്കുകളാണ് ഉണ്ടായിരുന്നത്. എല്ലാം കൂടി നോക്കുമ്പോൾ പോയിന്റ് നിലയിൽ അഭിഷേക് 8 പോയിന്റ്. അതെ, ഞാൻ ആലോചിച്ച 8 പോയിന്റ്, 3, 3, 2. അത് കഴിഞ്ഞിട്ട് സായി 5 പോയിന്റ്, അർജുൻ 2 പോയിന്റ്, ഋഷിക്ക് 2 പോയിന്റ്, സിജോയ്ക്കും 1 പോയിന്റ്, അതേപോലെ ജാസ്മിന് ആ പഴയ പോയിന്റ് ലാലേട്ടൻ കൊടുത്ത 1 പോയിന്റ്. നാളെ റിപ്പോർട്ടുകൾ പ്രകാരം അഭിഷേകിന് 11 പോയിന്റ് ഒക്കെ കിട്ടുമെന്ന് കേൾക്കണു. ഒന്നും കൺഫേംഡ് ഒന്നും അല്ല, റിപ്പോർട്ട് പ്രകാരം പറഞ്ഞതാണ്. ഇപ്പോൾ ഇതിലൊക്കെ അയച്ചു തന്നത് പ്രകാരം പറഞ്ഞതാണ്. അഭിഷേകിന് 11 പോയിന്റ്, സായി 6 പോയിന്റ് കിടക്കുകയാണ്. സായിക്ക് ഇനി അടുത്ത 2 കളിയും കൂടെ ജയിച്ചാൽ അഭിഷേകിൻ്റെ ഒപ്പം എത്താം. ജിൻഡോ 4 പോയിന്റ്, അർജുൻ 4 പോയിന്റ് കിട്ടുന്നുണ്ട്, സിജോയ്ക്ക് 3 പോയിന്റ് ആവുന്നുണ്ട്, ജാസ്മിന് ഋഷിക്ക് 2 പോയിന്റാണ് കിടക്കുന്നത് നാളത്തെ ടാസ്കും കൂടെ കഴിയുമ്പോൾ എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വന്നേക്കുന്നത്. പക്ഷേ ഇതൊക്കെ കൺഫേം ആണെന്നൊന്നും അറിഞ്ഞില്ല, അതൊക്കെ നമുക്ക് നാളെ നോക്കാം. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഒരാൾ തന്നെ അങ്ങ് ലീഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു രസം ഉണ്ടാവില്ല. മനസ്സിലായോ? ഈ ഗെയിമുകൾ ഇങ്ങനെ ലീഡ് ചെയ്ത് ഇങ്ങനെ പോവുക, അപ്പം പിന്നെ ഒന്നുമില്ല, മത്സരമില്ല, മത്സരം കഴിഞ്ഞു. മനസ്സിലായില്ലേ കാര്യം? അവിടെ പോയിന്റുകൾ തമ്മിൽ 11, 6, 4 ഒക്കെ ഒരിക്കലും എത്താൻ പറ്റാത്ത സ്ഥലത്തേക്ക്. ഋഷിയൊക്കെ 2 പോയിന്റാണ്, ബോണസ് പോയിന്റ് കിട്ടിയിട്ട് 2 പോയിന്റാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കൂടിപ്പോയാൽ എനിക്ക് തോന്നുന്നു നാളെ 6 ആണെങ്കിൽ എല്ലാ ദിവസവും 3 ടാസ്കുകളാണ്. അപ്പോൾ എത്ര ടാസ്ക് ഉണ്ടാവും? ഒരു പിടിയുമില്ല. അങ്ങനെയാണെങ്കിൽ നീണ്ട് 10, 16 ടാസ്ക് ഒക്കെ പോകുമായിരിക്കും. എന്താണെങ്കിലും അഭിഷേക് ഭയങ്കരമായിട്ട് ലീഡ് ചെയ്ത് കഴിഞ്ഞു. ഈ ടാസ്ക് പന്താട്ടമാണ് നടന്നു കഴിഞ്ഞത്. അതായത് ഒന്നുമില്ല, ഇങ്ങനെ ഒരു സീസോ പോലത്തെ ഒരു സാധനം, ഒരു എന്താ പറയണ്ടേ, ഞാൻ പറയണത് പലക. ആ പലക ഇങ്ങനെ ചരിച്ചിട്ടേക്കാണ്. അതിൻ്റെ അറ്റത്തേക്ക് ഇങ്ങനെ കയറണം. ഏറ്റവും മുകളിൽ കയറി നിന്നിട്ട് ഈ ഒരു സ്റ്റാൻഡ് എടുത്ത് കയ്യിൽ വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബോൾ വെച്ചിട്ട് ബാലൻസ് ചെയ്യണം. ഭയങ്കര പ്രയാസമാണ്. കാര്യം ഭയങ്കര പേപ്പർ പോലെ ഇരിക്കുന്ന ബോളും കാറ്റ് കൊണ്ട്. അതേപോലെ അതിനൊരു നേക്കുണ്ട്, സായി പറഞ്ഞ പോലത്തെ ഒരു നേക്കാണ്. ആ ബോളിനൊരു വെട്ടുണ്ട്, എല്ലാ ബോളിനും ഒരു വെട്ടുണ്ടാവും ഈ ജോയിൻ ചെയ്യണ സ്ഥലം. അത് വെച്ചിട്ട് വേണം അതിനെ ബാലൻസ് ചെയ്യാൻ. അത് സായി കറക്റ്റായിട്ട് ചെയ്തു അത്. അപ്പോൾ എന്തായിരുന്നാലും അടുത്ത സെക്കൻഡ് ബസർ അടിക്കുമ്പോൾ നടക്കണം, അതൊന്നും ആർക്കും പറ്റില്ല. 3ാമത്തെ ബസറിൽ അത് പലകയുടെ വീതി കുറഞ്ഞ ഭാഗത്തേക്ക് നടക്കണം. 4ാമത്തെ ബസറിൽ അവസാനിക്കും. എന്തായാലും ഏറ്റവും കൂടുതൽ നേരം നിന്ന ആളാണ് ഇതിനകത്ത് ജയിക്കുന്നത്. ടൈമാണ്. ആദ്യം നോറയും അർജുനും ധൈര്യപൂർവ്വം ഇറങ്ങുന്നു. ഇനി അർജുൻ ഇറങ്ങും തോന്നുന്നില്ല കേട്ടാ. ഇനി അർജുൻ ഇറങ്ങാൻ നിന്നാൽ അർജുൻ്റെ കാര്യം പോക്കാണ്. നോറ ചാടിക്കേറി ഇറങ്ങുന്നുണ്ട്. അർജുൻ്റെ കൂടെ ആയതുകൊണ്ടാണോ എന്തെങ്കിലും ഒരു പിടിയുമില്ല. ഈ പ്രേക്ഷകർ ശ്രദ്ധിക്കും, പ്രേക്ഷക അപ്രീസിയേഷൻ കിട്ടും. അതിനൊക്കെ തന്നെ ഇതൊക്കെ ഒരു ഗെയിമാണ്. അപ്പോൾ അപ്രീസിയേഷൻ കിട്ടുന്നു. നോറ ചാടി ഇറങ്ങി. പക്ഷേ ചിലപ്പോൾ അതൊക്കെ ഒരു മണ്ടത്തരമാണ് കേട്ടോ ചില സമയത്ത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ കളി കണ്ടു വേണം ഇറങ്ങാൻ. അപ്പോൾ എന്തായാലും നോറയുടേത് 10 സെക്കൻഡിനകം പോയി. അർജുൻ പിന്നെയും പിടിച്ചിരുന്നു 33 സെക്കൻഡ്. ഇതേ അർജുൻ കുറച്ചും കൂടെ കഴിഞ്ഞിറങ്ങിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ പിടിച്ചു നിൽക്കായിരുന്നു. പക്ഷെ അടിയാവും ആരാദ്യം ഇറങ്ങും എന്നുള്ളതിന്. പിന്നെ അഭിഷേകും സായിയും
അപ്പോൾ ആ ഒരു അടിയൊക്കെയാണ് ബിഗ് ബോസിന്റെ ഹൈലൈറ്റ്. അതൊന്നും ഇല്ല ഇവിടെ, അതാണ് രസം. മറ്റ് 10 പേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ അടിയും ബഹളമൊക്കെ കഴിഞ്ഞ് ടാസ്ക് തുടങ്ങാൻ ടാസ്ക് തുടങ്ങി മിക്കവാറും അരമണിക്കൂർ ലേറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ അഭിഷേകും സായിയാണ് അടുത്തത്. ചൂളമൊക്കെ അടിച്ച് അഭിഷേക് നിൽക്കുന്നുണ്ട്, സായി നല്ലതായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട് പിടിച്ചു വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് മോഹം കൊണ്ടു ഞാൻ അതൊക്കെ പാടി പാടി അഭിഷേക് നിൽക്കുന്നത്. എന്തായാലും സെക്കൻഡ് ബസർ അടിക്കുന്നു. ഇവർക്ക് 2 പേർക്കാണ് ആദ്യമായിട്ട് സെക്കൻഡ് ബസർ അടിച്ചത്. സെക്കൻഡ് ബസർ അടിച്ചു. അഭിഷേക് 5.5 സെക്കൻഡ്, സായി 5.15 സെക്കൻഡ് നിന്നു. അത് കഴിഞ്ഞ് ജാസ്മിനും ശ്രീതു. ജാസ്മിൻ ആണെങ്കിൽ ഓൾറെഡി വിട്ട കാര്യമാണ്, എല്ലാം വിട്ടിരിക്കുകയാണ്. എനിക്കൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് പോയി എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി അവിടെ ഉണ്ടാക്കി വെക്കും, നമ്മളായിട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്. ശ്രീതു അവിടെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു, ജാസ്മിൻ വിട്ട് ബസർ അടിച്ചു കഴിഞ്ഞ് പിന്നെയും ജാസ്മിൻ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ശ്രീതു വെച്ചോണ്ടിരിക്കുന്നു. അത് പറ്റത്തില്ല, ഞാനും വെക്കുന്നെന്ന് പറഞ്ഞു. അവസാനം ബിഗ് ബോസ് പറഞ്ഞ് മതി 2 ഔട്ടായെന്ന് പറഞ്ഞു. അങ്ങനെ ജാസ്മിൻ 3 സെക്കൻഡ്, ശ്രീതു 13 സെക്കൻഡ്. ഇനി അതല്ലെങ്കിൽ ഇനി ബിഗ് ബോസിന് തലയെ കൊണ്ടിടും പ്രേക്ഷകർ, നിങ്ങൾ ബിഗ് ബോസ് മനഃപൂർവ്വം അവളെ 3 സെക്കൻഡ് നിർത്തി എന്നൊക്കെ പറയും. അതുകൊണ്ട് ബിഗ് ബോസ് പേടിച്ച് തന്നെ ഔട്ടാക്കിച്ച് ജാസ്മിനെ. അത് കഴിഞ്ഞ് ഋഷി സിജോയും. സിജോ പെട്ടെന്ന് തന്നെ പോയി 5 സെക്കൻഡ്, ഋഷി 3.5 സെക്കൻഡ് 3.5. അത് കഴിഞ്ഞ് ജിൻഡോ നന്ദന 25 സെക്കൻഡ്സ്, ജിൻഡോ 37 സെക്കൻഡ്. അങ്ങനെ സായിക്ക് ഫസ്റ്റ്, അഭിഷേകിന് സെക്കൻഡ്, ഋഷിക്ക് തേർഡ്. അങ്ങനെ ബാക്കിയുള്ളവർക്കൊക്കെ കുഞ്ഞു സെക്കൻഡ് കണക്കുകളാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ അവസ്ഥ. അവസാനം സായി പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ വെക്കണം എന്നൊക്കെ. അങ്ങനെ സിജോ കുറച്ച് നേരം കണ്ട ഞാൻ വെറും 5 സെക്കൻഡ് അല്ല കണ്ട നിന്ന് കാണിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരു ടെക്നിക്ക് അറിയുന്നത് കൊണ്ട് ലീഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ നാളെ 6 മത്സരം കൂടി ഉണ്ടെന്നൊക്കെ അറിയുന്നു. നാളെ 6 ടാസ്ക് കഴിയുമ്പോഴത്തേക്കും അഭിഷേകിന് 11 പോയിന്റ്, സായിക്ക് 6, ജിൻഡോയ്ക്ക് 4 എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ സത്യമാണോ ഇല്ലയെന്നൊന്നും പിടിയില്ല. എന്തായാലും ഞാനിത് എനിക്ക് കിട്ടിയോണ്ട് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ അഭിപ്രായം പറയാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.